തൃശ്ശൂരൊക്കെ അന്വേഷിച്ച് കിട്ടാനായിട്ടാണ് ഞാൻ എറണാകുളത്ത് ഈ ഷോപ്പിൽ തന്നെ വന്നത്. ഇത് 10 ഇഞ്ചിന്റെ കേട്ടോ. നമ്മള് ഡ്രസ്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അതിന്റെ കമ്പിയാണ് നമ്മൾ പറയുന്ന കളർ ഇതിൽ കയറ്റാം. കൈയിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ വെറൈറ്റീസ് നമുക്ക് കാണാം. ആ ഒരു സൈഡ് നോക്കിയാൽ ലേസിന്റെ ഫുൾ കളക്ഷൻ. കൃഷ്ണ ലേസ് അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത്. അതേ ഈ കാണുന്നത് മൊത്തം ലേസിന്റെ വെറൈറ്റീസ് ഒക്കെ തന്നെയാണ്. ജ്വല്ലറി മേക്കിങ്സിന്റെ ടൂളാണ് കേട്ടോ. ഇതാണ് കമ്പനി, ഇതാണ് സിസർ. ഇപ്പൊ ട്രെൻഡിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് കൂടുതലും വെച്ചിരിക്കുന്നത്. ഇതാ കെടുക്കണു. ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലേ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ ഒരു സംഭവം. പട്ട് സാരി, പട്ട് പാവാട, ഇതിനൊക്കെ കൂടുതൽ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാം. ഈശ്വര, ഇത് മോനാണ്. കളക്ഷൻസ് നന്നായിട്ടുണ്ട്. നമുക്ക് കിട്ടാത്ത സാധനം ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ തന്നെ വരണം എന്തായാലും. ഹെയർ ബാൻഡ്സിനൊക്കെ ഉള്ള ബീഡ്സ്. ഹെയർ ബാൻഡ്സിന്റെ കളികളാണ് മൊത്തം. കളേഴ്സുകള് പിടിച്ച മക്കളെ. ഇത് മനസ്സിലാവുണ്ടാവോ? മനസ്സിലാവുന്നുണ്ട്. ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യണില്ലേ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള സംഭവങ്ങള്. കൗഡിയാണ് കേട്ടോ ഇത് കളേഴ്സില്. ജ്വല്ലറി മേക്കിങ്സിന്റെ കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ടാലന്റ് ഒക്കെ ഉള്ളവർക്ക് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കാറില്ല. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം വെറൈറ്റി വന്നിട്ടുണ്ട്. ഓരോരോ ഫെസ്റ്റിവൽ വരുമ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അതാണ് ഇവർ ശ്രദ്ധിക്കുന്നത് കൂടുതൽ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പറയുമ്പോൾ അത് ആ ഒരു വഴി എന്ന് പറയുമ്പോൾ ക്ലോത്ത് ബസാർ, ക്ലോത്ത് റോഡ് ജംഗ്ഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് അമ്പലത്തിൻ്റെ ഒരു ആർച്ചൊക്കെയാണ്, ദേവസ്വം. അപ്പൊ ഈ ആർച്ചൊക്കെ കാണുമ്പോൾ ഇതൊരു ആക്ച്വലി ജംഗ്ഷനാണ്, ഒരു 4 കൂടിയ ജംഗ്ഷനാണ്. അതിന്റെ ജസ്റ്റ് മൂലയ്ക്കായിട്ടാണ് കൃഷ്ണ ലേസ് സെന്റർ. ഇത് 4 ഫ്ലോർ ഉണ്ട്. ആക്ച്വലി 4 ഫ്ലോറിൽ മൊത്തം വെറൈറ്റീസ്. അതെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് മാത്രമല്ല, ഒരു ജ്വല്ലറി മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ആ ഒരു ടാലന്റ് എന്തിനും ആയിക്കോട്ടെ. ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രോഷ്യ ആയിട്ട് ചെയ്യണവരുണ്ടാവും. സ്റ്റിച്ചിങ്ങിന്റെ വെറൈറ്റീസ് ഒക്കെ വേണമെന്ന്, അങ്ങനെ ലേസിന്റെ വെറൈറ്റീസ്, ഇതെല്ലാം അത് ഇവിടെ കിട്ടും. എല്ലാ പ്രാവശ്യം പുതുമ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൃഷ്ണ ലേസ് സെന്റർ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേറെ ബ്രാഞ്ചസോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് കുറേ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കാം. കൃഷ്ണ ലേസ് സെന്ററിൽ ഇതാ പുറത്തന്നെ കാണുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു അടിപൊളി ഫീലിംഗ്. ഇതാ സിബിൻ്റെ പലതരം കളേഴ്സിൽ ഇൻവിസിബിൾ ആയിട്ടുള്ളതുണ്ട്, വിസിബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ വേണ്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അയൺ ബോക്സ് ഒക്കെ വേണമല്ലോ. അതിൻ്റെയും ഒരുപാട് ബ്രാൻഡ്സുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ കയറി നോക്കാം എന്താ വെറൈറ്റീസ്. എന്തായാലും ചെരുപ്പ് ഊരിയിട്ട് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് കയറാം നമുക്ക്. ഇവിടെ കുറെ ഇത് ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? എന്തായാലും ഇവിടെ മൈക്ക് വയ്ക്കാം. കുറെ കളക്ഷൻസ് ഇവിടെ കാണിക്കാമല്ലോ. ഓളെ പെട്ടെന്ന് ഞെട്ടി. എന്താ സംഭവം എന്ന് പറയും? മലയാളം പറയില്ലേ? പറയാ, അടിപൊളിയായിട്ട് പറയാ. അതുപോലെ കുറച്ച് അതും മതി, ഞങ്ങൾക്ക് അത്രയും കണ്ടാൽ മതി. അപ്പൊ ഈ ഒരു കടയുടെ ലുക്ക് മാത്രമല്ല കേട്ടോ. ഇതുപോലെ 4 ഫ്ലോർ ഉണ്ടല്ലോ. 4 ഫ്ലോറിൽ ഇപ്പൊ ഈ ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് വെച്ച് ഇത് എന്താ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഫുൾ കോട്ടൺ ലേസ്. കോട്ടൺ ലേസ് എങ്ങനെയാ? ലേസിന്റെ സൈസസ് ഉണ്ട്. ഇങ്ങനെ 1 ഇഞ്ച് ആണോ, ഹാഫ് ഇഞ്ച് ആണോ? എല്ലാ സൈസ് അവൈലബിൾ ആണ്. അതുപോലെ കോട്ടൺ ലേസിൽ നമുക്ക് കളേഴ്സും സീക്വൻസ് വർക്കിലും വരുന്നുണ്ട്, സീക്വൻസ് വർക്ക് അല്ലാത്തതും വരുന്നുണ്ട്. ഇത്രയും കളർ വെറൈറ്റീസ് നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു പീസ് അങ്ങനെ ഫുൾ എടുക്കണം അല്ലേ? 20 മീറ്റർ ഈ ഫുൾ റോൾ എടുക്കണം. ഹോൾസെയിൽ മാത്രമാണ്, അതുകൊണ്ടാണ് നമ്മൾ റോളിൽ എടുക്കാൻ പറയണത്. ബണ്ടലുകൾ ഇങ്ങനെ വന്ന് എടുക്കണം. ഇത് ഫുൾ അതന്നെയാ പുതിയ വന്ന സ്റ്റോക്ക്, പുതിയ ബണ്ടലുകൾ പൊട്ടിക്കാൻ എടുക്കുന്നു. ഇഷ്ടംപോലെ വെറൈറ്റീസും എടുക്കുന്നു. അതുപോലെ അത് ഇവിടെ എന്താ നിലത്തിരിക്കുന്നത്? ഇത് ഫുൾ കോട്ടൺ ലേസ് ആണ്. ഡയബിളുടെ ലേസ് ആണ് കേട്ടോ. അത് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും. ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ്. അതുപോലെ അതിന്റെ വിഡ്ത്ത് നോക്കാം. 1 ഇഞ്ചിന്റെ ഉണ്ട്, ഹാഫ് ഇഞ്ച് ഉണ്ട്, 2 ഇഞ്ച് ഉണ്ട്, 5 ഇഞ്ച് ഉണ്ട്. ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ്. അതുപോലെ ക്രോഷ്യ ലേസും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫുൾ ലേസിന്റെ കളക്ഷൻ 10 ഇഞ്ച് വരെയൊക്കെ ഉണ്ട് അല്ലേ? 10 ഇഞ്ച് വരെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് പറഞ്ഞു പോവാം. ഇത് ഹാങ്ങിങ് ലേസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള ഹാങ്കിങ്ങിന്റെ വെറൈറ്റി ഹാങ്കിങ്. ഇതല്ലേ വെറൈറ്റി ഹാങ്ങിങ്? നോട്ട് ദിസ് ഹാൻഡ് വർക്ക് ലേസ്. ഹാൻഡ് വർക്ക് ലേസ്. ഇത് ഹാൻഡ് വർക്ക് ലേസ്. ഇതാ അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ടെന്നത്. കൈയിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ വെറൈറ്റീസ് നമുക്ക് കാണാം. ഇത് ക്രിസ്റ്റലിന്റെ ഇത് ഉള്ളിൽ കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് തുറന്ന് കാണിക്കുന്നേ. ഇത് ഉള്ളിൽ ഇങ്ങനെ അതെ വെറൈറ്റി. ഇതിന്റെ ഇത് ക്രിസ്റ്റലിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ അപ്പൊ ഇത് തയ്ച്ച് നല്ല അടിപൊളിയായിട്ട് ഇടാം. ഇതിന്റെ കളേഴ്സ് വേണമെങ്കിൽ ഇതായി ഇരിക്കുന്നത് മൊത്തം ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആയത്. ഇത് ഫുൾ 50+ കളർ. ഒന്ന് അടുത്ത് വന്നിട്ട് ഈ കളേഴ്സ് ഒന്ന് നമുക്ക് നോക്കാട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. അത് മൊത്തം ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ഒരു പാക്കറ്റ് ഫുൾ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. 9 മീറ്റർ ഫുൾ എടുക്കണം. തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അതിലും ഉണ്ട് ഒരു ഡിസൈനർ ലേസ്. ഈ ഡിസൈനർ ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ സംഭവം?
ഇത് ഗോൾഡൻ ലേസ് ആണ്. ഗോൾഡൻ മാത്രമായിട്ടല്ലേ? അത് റൗണ്ടിൽ നല്ല ഡിസൈനിങ് ഒക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ നല്ല രസമുണ്ട് അല്ലേ? ഫുൾ മിറർ വർക്ക് ഒക്കെ ആയിട്ട്. സ്റ്റോൺ വർക്ക് ആണ്, മിറർ സ്റ്റോൺ. ഇങ്ങനെ വരും. പുതിയ ട്രെൻഡിങ് ആണ് അത്. ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇടാന്ന് ഏത് ഇതിൽ വേണമെങ്കിലും. ഇപ്പൊ ട്രെൻഡിൽ നടക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റോക്ക് കൂടുതലും വെച്ചിരിക്കുന്നത്. ഇതാ കിടക്കണു ഈ കാണുന്നത് ആ അറ്റം വരെ മൊത്തം ഗോൾഡിന്റെ മാത്രം സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഇനി ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറയുക, ഇതാ ഇരിക്കണം ആ വലിയൊരു ലേസ്. ആ ലേസ് എടുത്ത് നല്ല വീതിയുള്ളത്. ഇത് എത്ര വരും ഇഞ്ച്? 10 ഇഞ്ച്. ഇതാ ഇത് 10 ഇഞ്ചിന്റെ കേട്ടോ, നല്ല വീതിയുള്ളത്. ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതൊരു ഡിസൈൻ മാത്രമല്ല, ഇത് ഓൺലി സാമ്പിൾ പീസ് ആണ്, ഗോഡൌണിന്റെ ഫുൾ സാധനം. അതെ, അപ്പൊ സാമ്പിളും ഉണ്ട്, ഗോഡൌണിലുണ്ട്. പിക്ചറോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എടുക്കണം. നമ്മള് വീഡിയോ കോൾ ഉണ്ടോ? വീഡിയോ കോൾ ചെയ്തു തരും. അപ്പൊ ഇതൊരു വീതിയുള്ളത് കേട്ടോ. വീതിയുള്ളതിൽ ഇതും ഉണ്ട്. ഞാനിവിടെ ഒരു വീതിയുള്ളതും കണ്ട്. ഇത് കല്ലില്ലാത്തത്, ഇങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് ഗോൾഡിന്റെ ഫുൾ കളക്ഷൻ. ഗോൾഡിൽ തന്നെ ആന്റിക് വർക്ക് അങ്ങനത്തെ സംഭവം. ഓൾ കളേഴ്സ്, സിൽവർ, ഗോൾഡ്, മെറൂൺ. അടുത്തേക്ക് വയ്യോ ഇനി ഇവിടെ ഉണ്ട് ലേസുകള്. വാ, നീ അവിടെ നിൽക്കല്ലേ, നീ കാണിച്ചു തന്റെ ആളാണ്. പറയും. ഇത് ഫുള്ള് ലേസിന്റെ എന്തൊക്കെയാ? ബീഡ്സ് വർക്ക് ആണ്, ഫുൾ സ്റ്റോൺ വർക്ക് ആൻഡ് ബീഡ്സ് വർക്ക്. ഒക്കെ വേറെ വേറെ അല്ലേ? നമ്മൾ വന്ന് നോക്കി എടുക്കണം അല്ലേ? അത് വീഡിയോ കോൾ അടിച്ചാൽ മതി, കാണിച്ചു തരാം. അത്ര തന്നെ, വീഡിയോ കോൾ അടിച്ചാൽ മതി. പോരെ, കളക്ഷൻ ഇന്നെ വരുന്നുണ്ട്. ഇനിയും വരുന്നുണ്ട്. 100+ പാർസൽ വരുന്നുണ്ട്. പോരെ, ഇത്രയും മദ്യം വെറൈറ്റീസ് കളക്ഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടും? എനിക്ക് തോന്നുന്നു ഒരുപാട് കളക്ഷൻസ് ഇവർക്കുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇത് ജെറി വർക്ക്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ നിന്ന് എടുത്താലാണ് ഇത് അറിയുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. ഏകദേശം കേട്ടോ, ഇത് വീതി കുറഞ്ഞതും വീതി കൂടിയതും ഡിസൈൻ ഉള്ളത് നോർമൽ ആയിട്ടുള്ളത് വരുന്നതുണ്ട്. സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നതുണ്ട്. 200+ മോഡലാണ് അതിന്. അത്രയും വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ വൈറ്റ് ഇരിക്കുന്നത് എന്താ സംഭവം? ഇത് ഓർഗൻസ വൈറ്റിലും ഉണ്ട്, ക്രീമിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഫുള്ള് എടുക്കണ ഒരു റോൾ 20 മീറ്റർ ഉണ്ടാവും. ഒരു റോൾ എന്ന് പറയുമ്പോൾ എത്രയാ വരിക? അത് ഊരി കാണിച്ചു തന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. ഇതേ ഓർഗൻസയിൽ അല്ലേ? ഇത് വൈറ്റിലാണ്. അന്ന് ഓഫ് വൈറ്റിൽ വേണമെങ്കിൽ ഓഫ് വൈറ്റിലും കിട്ടും. ഓർഗൻസ ഇപ്പം ട്രെൻഡിൽ നടക്കുന്നതാണ് ഓർഗൻസ. ഇത് ഡൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ പറയുന്ന കളർ ഇതിൽ കയറ്റാം അല്ലേ? അത്ര തന്നെ. പിന്നെ ഇതാണെങ്കിലോ, പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്, അത് മുമ്പേ വരുന്നില്ല സാർ. ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ്. ഇതും ഡൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ അവിടെ നേരത്തെ കണ്ടത്. നേരത്തെ അവിടെ നിലത്ത് വെച്ചിരിക്കണ കണ്ടില്ലേ? അതിന്റെ തന്നെ സ്മോൾ സൈസ് വരുന്നത് കേട്ടോ. ഇതിലും ഉണ്ട് ഒരുപാട് വെറൈറ്റീസ്, കുറെ ഉണ്ട് അല്ലേ? ഊരിയത് നമുക്ക് കാണാം. ഇതൊക്കെ അവിടെ നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ഒരുപാടുണ്ടെന്നേ. ഞാൻ ജസ്റ്റ് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടും എന്നുള്ള ഒരു ഹിന്റ് മാത്രം തരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ വന്ന് നോക്കുക. ഓ മൈ ഗോഡ്, എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഒരു ഹാൻഡ് വർക്കിൽ നമ്മള് ഡ്രസ്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഗൗണുകളോ അല്ല പാച്ചസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ പാച്ച് വർക്ക് ചെയ്യാം. പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് എടുക്കുക, അതിൽ ഇത് പാച്ച് വർക്ക് ഐഡിയ. ഇതില് നല്ലൊരു ഹെവി പീസ് കേട്ടോ. ഈ ഫുൾ റോൾ എടുക്കണം. ഒരു പീസായിട്ട് അങ്ങനെ കിട്ടൂല. പിന്നെ ഡയബിളുടെ ഈ കാണുന്നത് മൊത്തം ഡയബിളുടെ കളക്ഷൻ തന്നെയാണ്. അതിലും വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ക്രോഷ്യ ഉണ്ട്. ഞാൻ എടുത്തു തരാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വില ഉണ്ടെന്ന്. ക്രോഷ്യയില് വേറെ കുറെ മേലെ വെറൈറ്റി ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ ഇതല്ലേ? ഇത് ഡൈ ചെയ്യാൻ പറ്റും. ഫുൾ ഡയബിൾ, പ്യൂർ ഡയബിൾ. അപ്പൊ ഏത് കളർ വേണമെങ്കിലും ഡൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനത്തെ റോൾ വരുന്നത് എത്ര മീറ്റർ? ഇത് 100 മീറ്റർ, 50 മീറ്റർ. അങ്ങനെ. അപ്പൊ ഈ റോൾ വരുന്നത് ഇങ്ങോട്ട് നീങ്ങും. ഇത് ഓൾസോ 9 മീറ്റർ ആണ്. ഇത് 9 മീറ്റർ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെറിയ റോൾ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ചെറിയ റോൾ വേണമെങ്കിൽ അങ്ങനെ കിട്ടും, വലിയ റോൾ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. കോട്ടൺ ടൈപ്പ് ആണ്. അല്ല, കിടക്കട്ടെ. കോട്ടണില് കണ്ട, ഇത് കോട്ടണിലുണ്ട്, ഓർഗൻസിലുണ്ട്, ക്രോഷ്യയിലുണ്ട്. അങ്ങനെ പല മെറ്റീരിയലിൽ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇത് ഓൺലി സാമ്പിൾ പീസ് ആണ്. ക്വാണ്ടിറ്റി മേലാണ്. ഇനി ഒന്ന് തിരിഞ്ഞു നോക്കാല്ലേ നമുക്ക് അടുത്ത സെക്ഷൻ എന്താ വരുന്നത്. അപ്പൊ ഈ ലേസിന്റെ കളക്ഷൻ ഇവിടെ തീർന്നിട്ടില്ല. ആ ഒരു സൈഡ് നോക്കിയ ലേസിന്റെ ഫുൾ കളക്ഷൻസ്. അവിടെ എന്താ? സ്റ്റോൺ വർക്ക്. ഞാൻ ഇതിൽ കൂടെ തന്നെ പോവാം. വാ, സ്റ്റോൺ വർക്ക്. ഇത് ഗം വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. പിന്നെ കൈ കൊണ്ട് തയ്ക്കാനും പറ്റും. ഗമ്മ വെച്ചിട്ടും തയ്ക്കാനും പറ്റും. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തോ. കാരണം 1-2 പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു ഐഡിയ കിട്ടില്ല എന്താണെന്നുള്ളത്. കാരണം കുറേ ഉണ്ട് ഇവിടെ. ഫുൾ ഒറിജിനൽ മിററിലും ബീഡ് വർക്കിലും അങ്ങനെയൊക്കെയാണ് അല്ലേ?
കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമില്ല വെക്കാനായിട്ട്, അത്രയും കളക്ഷൻസാണ് ഉള്ളത്. ഇത് ഒരു വെറൈറ്റി ഡിസൈനറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. അതുപോലെ തന്നെ ക്രോഷ്യേയുടെ ലേസും ആ ലേസും ഈ ലേസും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിലത്തും കിടക്കുന്നുണ്ട്. ഇത് കോട്ടന്റെ അങ്ങനെയുണ്ട് അല്ലേ? എന്താ മേടിക്കാനാ? ചേച്ചി അവിടുന്ന് മേടിക്കുന്നത്. ഓ പ്യുവർ നമ്മുടെ കോട്ടണില്ലേ, കുട്ടികൾക്കൊക്കെ മെയിനായിട്ട് നല്ല ഹക്കോബ ലേസ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ലേസിന്റെ ഇനിയും വെറൈറ്റീസ് ഉണ്ട്. ദേ ഈ കാണുന്നത് മൊത്തം ലേസിന്റെ വെറൈറ്റീസ് ഒക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെ സ്റ്റോക്ക് സെയിം. അപ്പുറത്ത് കണ്ടത് ഇപ്പുറത്ത് കണ്ടതൊക്കെ സെയിം തന്നെ. വ്യത്യാസം മോഡൽ എന്ന് വെച്ചാൽ വ്യത്യാസം മോഡൽ. ശരിക്കും മലയാളം പറയടാ. ബാ ഇനി ഇവിടെ നോക്കാം നമുക്ക്. ഇതെന്താ? ഇത് ടൈലറിംഗ് മെറ്റീരിയൽ സീസേഴ്സ് അങ്ങനത്തെ. നമുക്ക് സാധാരണ ഒരു ടൂൾസ് നമുക്ക് അത്യാവശ്യം എന്ന് പറയില്ലേ, എന്തോ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ടൂൾസ്. ഇപ്പൊ എന്താ പറയാ, നമുക്ക് സിസറിന്റെ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്തിനുള്ള ടൂള്? മറ്റേ ജ്വല്ലറി മേക്കിങ്സിന്റെ ടൂളാണ് കേട്ടോ. എന്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയി. അതുകൊണ്ടൊക്കെ താങ്ക് യു. ഇതെന്തായാലും ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ, പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ ഒരു എന്താ പറയാ, സ്റ്റാർട്ട് ചെയ്യണവർക്ക് അവർക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുണ്ട്, സ്റ്റാർട്ടപ്പുകാർക്കും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ഇവിടെ കിട്ടും, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് ഇത് ക്രോഷ്യേയുടെ നീഡിൽസ്, ഹുക്ക് നീഡിൽസ് ആണ് കേട്ടോ. ഇതിന്റെ നീഡിൽസ് ഇങ്ങനെയും കിട്ടും. പിന്നെ ഈ നീഡിൽ എന്തിനാ യൂസ് ചെയ്യണതാ? ഇതും ക്രോഷ്യക്ക് ഉള്ളതാ. പഠിക്കാനുണ്ട് അപ്പൊ കുറെ, കുട്ടിക്ക് പഠിക്കാനുണ്ട് കുറെ. പിന്നെ ഇത് നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാ കേട്ടോ. അതിന്റെ കമ്പിയാണ്. ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് സോക്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഓൾ ഐറ്റംസ് ഉണ്ട്. അത് മോളിത്തെ ഫ്ലോറിലാണ്. പിന്നെ എന്താ ഐറ്റംസ്? വേഗം പറ. ബ്ലൗസ് ഹുക്ക്, പാവാട ഹുക്ക്, അങ്ങനത്തെ പിന്നെ ചോക്ക് ഉണ്ട്, ബോബിൻ, നീഡില്, പിന്നെ സിസേഴ്സിൽ ഏത് സിസർ ഏറ്റവും ബെസ്റ്റ്? ഓൾ ബെസ്റ്റ് ആയിട്ട്. എന്നാൽ ഏറ്റവും ടോപ്പ് ഒരെണ്ണം ഉണ്ടാവില്ലേ? ഏറ്റവും ടോപ്പ് ഇതാണ്. ഏറ്റവും ടോപ്പ് YDL കമ്പനി ഐറ്റം, ഗ്യാരണ്ടി ഐറ്റം. ഇത് ഗ്യാരണ്ടി ആണ്. ഇതാണ് കമ്പനി, ഇതാണ് സിസർ. ഇത് ഈ ഒരൊറ്റ സൈസോളം? ഇത് സാമ്പിൾ. ഓക്കെ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഇനി നമുക്ക് കുഞ്ചലം ഒന്ന് കാണിച്ചോളാൻ. ഇതിന്റെ ഇടയിൽ കുറെ കുഞ്ചലം പെട്ടിട്ടുണ്ട്. അത് നമുക്ക് സാരീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണത്, തുമ്പത്തൊക്കെ യൂസ് ചെയ്യണത്, അങ്ങനെ പല ആവശ്യത്തിനൊക്കെ നമുക്ക് കുഞ്ചലം യൂസ് ചെയ്യാം. ടെസൽസ് ഇത് ഫുൾ ഇങ്ങനെ കാണുമ്പോൾ ടെസൽസ് അതിൽ നിന്ന് ഓരോന്ന് പീസ് എടുക്കണം കേട്ടോ. അല്ലാണ്ട് ഇത് ഫുൾ അങ്ങനെ തന്നെയല്ല, പക്ഷെ എടുക്കുമ്പോൾ ഇത് ഫുൾ എടുക്കണം. 100 പീസ് ഇത് ഫുൾ എടുക്കണം കേട്ടോ. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഹാങ്കിങ്സ് ആണ്. ബീഡ്സ് ഓൾ വെറൈറ്റി ഉണ്ട് ഇതിൽ. ഹാങ്കിങ്സിന്റെയും നല്ല കളക്ഷൻസ് ഉണ്ട് ഇവർക്ക്. ഹാങ്കിങ്സ് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. ശരിക്കുള്ള ഹാങ്കിങ്സ് കാണിച്ചു കൊടുക്കും. വേഗം എടുക്കണു ഹാങ്കിങ്സ്. അതിലെ ഏത് കളേഴ്സ് പിടിച്ചോ. ഹാങ്കിങ്സ് വെറൈറ്റീസ്. ഗോൾഡിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ്. ഗോൾഡ് അല്ലാത്തതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ വെറൈറ്റീസ് എടുക്കട്ടെ. കളറില് ഏത് വേണം? ഒരു പീസായിട്ട് കിട്ടോ? ഒരു പീസായിട്ടില്ല, 15 ഡസൻ ആയിട്ട് കിട്ടും. ഡസൻ ആയിട്ട് കിടക്കട്ടെ. ഇത് വേറൊരു ടെസൽസ് കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ളത്, ഇത് വേറൊരു രീതിയിലുള്ള ടെസൽസ്. ഇത് ത്രെഡ് വർക്ക് പോരെ. ഇതിന്റെ കളക്ഷൻ കുറെ ഉണ്ട് കേട്ടോ. ഇത് വന്നൊന്ന് തുറന്നു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. കുഞ്ചലം, ടെസൽസ്, ഹെവി ഉണ്ട്, ഹെവി അല്ലാത്തതും ഉണ്ട്. വെറൈറ്റീസ് ഇതേ നമ്മുടെ ആൾ എടുക്കാൻ പോയി ഏതോ വെറൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും വലുതെന്ന് ഇത് ആക്ച്വലി വലുതല്ല, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇതൊരു പീസാണ് യൂസ് ചെയ്യുന്നത് സാധാരണ ലെഹങ്കയ്ക്ക്. ബ്ലൗസിന്റെ ബാക്കിൽ ഇങ്ങനെ ഡ്രോ. അപ്പൊ ഇത് ഇങ്ങനെ ഫുൾ സെറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് വരും വേഗം എടുക്കണം. ഹാങ്കിങ്സ് ഒന്ന് അവനെ കാണിച്ചോ അതിന്റെ ഇടയിൽ കണ്ട ഹാങ്കിങ്സ്. ഇനി ബീഡ്സ്, ഈ ബീഡ്സ് എന്തിനാ യൂസ് ചെയ്യണം മെയിനായിട്ട്? ഇതെന്തിനാ യൂസ് ചെയ്യണേ? ഇത് സ്റ്റോൺ വർക്ക് അല്ലേ, മറ്റേ ജ്വല്ലറീസിനൊക്കെ യൂസ് ചെയ്യണതല്ലേ? ജ്വല്ലറി ഉണ്ട്. നോക്ക് ജ്വല്ലറി ബ്ലൗസിന് യൂസ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കളക്ഷൻസ് ഇഷ്ടം പോലെ. എന്തിനൊക്കെ വെക്കാന്ന്? ബാക്കിലൊക്കെ ഒട്ടിക്കാന്നല്ലേ? ബ്ലൗസിന്റെ ബാക്കിൽ. ബ്ലൗസ് മാത്രം അവന് ഓർമ്മയുള്ളൂ കേട്ടോ. വേറെ സാരി ഉണ്ട്, എത്രയോ വെറൈറ്റീസ് ഉണ്ട്. കുഞ്ചലത്തിന്റെ വേറെ ഒരു മോഡല്. ഇത് നല്ല രസമായിട്ടുണ്ടല്ലോ അല്ലേ? ഇതും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ കേട്ടോ. ഇതൊക്കെ
ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലേ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ ഒരു സംഭവം. ആ ഒരു ടച്ച് ആൻഡ് ഫീലിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല നല്ല വെറൈറ്റീസ് കാണും. കളേഴ്സ് കിട്ടുമോ? ഓൾ കളേഴ്സ് ഉണ്ട്, അടിപൊളി. അതുപോലെ തന്നെ ക്രിസ്റ്റലിന്റെ ഒരു സംഭവം കാണിച്ചിട്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ നോക്കാം. ഇനി ഇവിടെ ക്രിസ്റ്റലിന്റെയും അതുപോലെ തന്നെ ഈ അതിന് മുന്നേ ഇതൊന്നും പറഞ്ഞ ഈ ലേസ് നമ്മൾ പറഞ്ഞില്ല, കസവ് ബോർഡർ. അതെന്താ ഇതിപ്പോ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് വെച്ചാല് കേരള സാരി സെറ്റുമുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ, പട്ട് സാരി, പട്ട് പാവാട, ഇതിനൊക്കെ കൂടുതൽ അതെ ബോർഡേഴ്സ് യൂസ് ചെയ്യണത്. ഇതിപ്പോ പുതിയ വന്ന കളക്ഷൻസ് ആണ്. അതിന് വീതി കുറഞ്ഞതും കൂടിയതും ഇതൊക്കെ ഇപ്പൊ നമുക്ക് കസുവിനെ യൂസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അടിപൊളി ഓണ ഐറ്റം അതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ തരം ലേസസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് വന്നാൽ കിട്ടും. വാ 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 ഇങ്ങോട്ട് വാ. ഇനി ഇവിടെ വന്ന് നോക്കുകയാണെങ്കിലേ ഇതും ഒരു തരം ലേസ് തന്നെയാണ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് സാരീസിന്റെ ബോർഡർ, ലെഹങ്ക, പിന്നെ ഡാൻസിന് വേണ്ടിയിട്ട്. അടുത്ത് വന്ന് നോക്കിയേ അതിന്റെ കളക്ഷൻസ്. അപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം എടുത്തിട്ട് കാര്യമില്ല, ഫുൾ കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ കാണണം. അത്രയും അധികം വെറൈറ്റീസ് ഇവർക്ക് ഉണ്ട്. പിന്നെ ഒരു ഫുൾ ബണ്ടൽ എടുക്കുകയാണെങ്കിൽ ഈ ഫുൾ റോൾ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ, വേറെ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് എടുക്കുകയാണെങ്കിൽ ഈ 9 മീറ്റർ അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇതെന്താ ചെറിയ ചെറിയ സ്റ്റോൺസ്, ചെറിയ ചെറിയ എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള ഡയമണ്ട്സ് എന്നൊക്കെ പറയും. ഡയമണ്ട്സ്, ഒറിജിനൽ ഡയമണ്ട്. എടുക്കട്ടെ, ഡയമണ്ട്. ഇതൊക്കെ നമുക്ക് ഒട്ടിക്കുന്ന ഐറ്റംസ് അല്ല, സ്റ്റിച്ചിങ് അല്ലല്ലോ, രണ്ടും ചെയ്യാൻ പറ്റും. രണ്ടും ചെയ്യാൻ പറ്റും. അത് ചെറിയ ചെറിയ തരികളും വരുന്നുണ്ട് കേട്ടോ. ഇതും ഇതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള തരികളാണ്. സൈസസും ഉണ്ട് അല്ലേ? ഇത് ചെറിയ സൈസ്, അതിന്റെ കുറച്ച് വലിയ സൈസ്, അതിന്റെ കുറച്ച് വലിയ സൈസ്, അങ്ങനെ 3-4 സൈസസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഓൺലി സാമ്പിൾ പീസ് ആണ്. ഇതിന് ഓൾ സൈസ് അവൈലബിൾ. 16 സൈസ് ആണ് ഇതിന്. 16 സൈസ് വരുന്നുണ്ട്. One color 16 size. ഓ അടിപൊളി. Different color. ഓക്കേ. Beads stone. ഇത് ചെയിൻ സ്റ്റോൺ അല്ല പറയാ ഇതിനെ? ചെയിൻ സ്റ്റോൺ ട്ടാ. ഇതാ ചെയിൻ സ്റ്റോൺ അടിപൊളി. പിന്നെയുണ്ട് കുറെ. ഇത് ഭയങ്കര ചെറുതാണല്ലോ അപ്പാ. Small size. ഭയങ്കര മൈന്യൂട്ട് ആണ്. അതെ small size, all size available. Small world. എന്തൊരു ചെറിയ സൈസാ, ഇത് കുറച്ച് വലിയ സൈസാ. ഏറ്റവും വലിയ സൈസ് ഇതാണ് ഏറ്റവും ടോപ്പ് സൈസ്. ഓക്കെ, ഏറ്റവും വലിയ സൈസ് ഇനി കാണിച്ചു തന്നില്ല എന്ന് പറയണ്ട, വലിയ സൈസ് ഇനി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഫുൾ നമ്മുടെ ചെയിൻ സ്റ്റോൺസ്. പിന്നെ ഇവിടെ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാം. ഡ്രസ്സിന് ഉപയോഗിക്കാം, ജ്വല്ലറീസിന് ഉപയോഗിക്കാം. അതിന്റെ കളക്ഷൻസ് ഇതാ ഇപ്പുറത്തുണ്ട്. ഇതൊന്ന് വന്ന് അതിന്റെ കളക്ഷൻസ് ഒന്ന് നോക്കിക്കോട്ടെ. കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. പല ഷേപ്പില്, ഓവലുണ്ട്, നീളത്തിലുണ്ട്, അല്ലേ? പല ഷേപ്പ് അല്ലേ? പല ഷേപ്പിലാണ് ഇതൊക്കെ വരുന്നത്. എല്ലാം കളേഴ്സ് ഉണ്ട്. പേസ്റ്റലിലും ഉണ്ട്, ഡാർക്കിലും ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫുൾ എടുക്കുമ്പോ 10 ലെയർ. 10 ലെയർ എന്ന് പറയുമ്പോ ഈ 10 ലെയർ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 ലെയർ എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് സെറ്റ് എടുക്കേണ്ടത്. ഇതല്ലാണ്ട് ഇപ്പുറത്തും കുറെ ലേസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇതൊക്കെ ഡാൻസിന് കൂടുതൽ പോകണം. ഡാൻസ് കാറ്റഗറി, പിന്നെ എന്താ ഇത് സ്റ്റിച്ചിങ് കാറ്റഗറി, ജ്വല്ലറീസ്, ക്രാഫ്റ്റ് കാറ്റഗറി, അങ്ങനെ ഏതൊക്കെ കാറ്റഗറീസ് വേണമെങ്കിൽ ആ ഒരു കാറ്റഗറീസിലുണ്ട്. എന്തായാലും ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. കസ്റ്റമറുടെ ഒരു റിവ്യൂ നമുക്ക് നോക്കാം. ഈ ഒരു ലേസ് നോക്കിയേ. 18 മീറ്റർ റോൾ. ഇത് 18 മീറ്റർ റോൾ ആണല്ലേ? നിന്റെ പേര് ചോദിച്ചില്ലടാ? എൻ്റെ പേര് ഹിതേഷ് സിംഗ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ മലയാളിയാന്ന് വിചാരിച്ചേ. ഇവിടെ കൂടെയാണോ, ഒരുമിച്ചാണോ? അത് വേറെ ഇത് വേറെ കസ്റ്റമർ കുറെ ഉണ്ടല്ലോ. അപ്പോൾ കാണാനൊരു ഫാഷൻ ഡിസൈനർ പോലെ ഉണ്ട്. ആണോ? അച്ഛോ, നിങ്ങൾക്ക് ഇട്ടൊരു പണി വെച്ചിട്ട്. ഞാനിവിടെ സ്ഥിരം വരുന്നതാണ്. നല്ല കളക്ഷൻ ആണ്. അതെ, എങ്ങനെയുണ്ട്? നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കളക്ഷൻസും അതുപോലെ റേറ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കണം. നോർമലാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും 2 വാക്ക് പറയണ്ട. കൃഷ്ണ ലേസ് സെന്റർ. കൃഷ്ണ ലേസ് അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത്. വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നില്ല. ഇവിടെ ഉണ്ട്. അതെ, എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ പേട്ടയിലാണ് ഷോപ്പ്. എന്റെ ഷോപ്പ് വരുന്നത് ഈ ബുട്ടിക്കാണോ? ബുട്ടിക്കാണ്. സ്റ്റിച്ചിങ്. അങ്ങനത്തെ എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട് അല്ലേ? സമാധാനം. ഞാൻ വിചാരിച്ചു നീ കാണുന്നില്ല എന്ന് പറയായിരിക്കും. ഞാൻ വലിയ കാര്യത്തിലൊക്കെ വന്നിട്ട്. ഒറ്റയ്ക്കാണോ? മോനുണ്ട്. മോനാണ്. അതെ. ഇവിടെ വന്നത് ഞാൻ ആദ്യം വിചാരിച്ചേ ഈശോ പറഞ്ഞ
എന്നാ കൂടുതലാ ഈശ്വര ഇത് മോനാണ് സത്യം അതെ അമ്മി മോനായി നിക്കണത് ഗംഭീരായി. എന്താ ചെയ്യണേ? പ്ലസ് വണ്ണിലല്ലേ? സെറ്റാടാ നീ, അടിപൊളിയാകെ. എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫാഷൻ ഡിസൈനിങ് തന്നെയാണോ? അത് അമ്മ വഴിക്ക് പൊക്കോട്ടെ അല്ലേ? നമുക്ക് വേറെ പരിപാടി ഉണ്ട് അല്ലേ? എന്തായാലും തകർക്കാം അങ്ങോട്ട് ഒക്കെ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. യെസ്, പോരട്ടെ. ഇനി അടുത്തത് കേറ് കേറ് കേറ്, മുകളിലേക്ക് കേറ്. ഇവിടെ ഈ സാധനമൊക്കെ കാണണ്ടേ? നേരത്തെ നമ്മൾ കണ്ടത് തന്നെ വലിയ ഇത് കുറേ ഇത് ലൂസ് കൊടുക്കുന്നില്ല. 12 പീസിന്റെ ഡസൻ കണക്കുള്ള ഇവിടെ ഡസനുള്ളോ, സിംഗിൾ ഇല്ല. അപ്പൊ അതിനെ കുറച്ച് വെറുതെ ഒന്ന് ഇങ്ങനെ ഒടിച്ച് കണ്ടോ. അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മുകളിലേക്ക് പോവാം. മുകളിലും ഉണ്ട് കുറെ കളക്ഷൻസ് കാണിക്കാൻ ബാക്കി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഡാൻസിന്റെ ലേസസ് ആണ്. ലേസിന്റെ എന്തോരം വെറൈറ്റീസ് ഉണ്ട് പൊന്നോ, അത്ര അധികം. ഇതൊക്കെ ലേസ് നമ്മുടെ ഡാൻസിനൊക്കെ പറ്റിയിട്ടുള്ളത് അല്ലേ? ഓ, എന്തൊക്കെ ഐറ്റംസ് വേണം. ഞാൻ അതൊന്നും നോക്കണം, എന്തൊക്കെ വെറൈറ്റീസ്. ഇനി ഇതിന്റെ മുകളിലും ഇങ്ങനെ ഇത് നോക്ക്, മുകളിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അയൺ ബോക്സ് ഒക്കെ വെക്കില്ല, അതിന്റെ താഴത്തേക്ക് ചൂട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കാണുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ സാധനങ്ങൾ. ഇങ്ങനെ നിറവാണ്. പോരെ പോരെ. നിന്റെ അമ്മ എവിടെയാ? അമ്മേനെ ആകെ രണ്ടാളെ മാത്രം താഴ്ത്ത് കണ്ടോളൂ. ഒരാൾ മിസ്സിംഗ് ആണ് എനിക്ക് തോന്നി. അമ്മോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഒരു മിനിറ്റ്, മേക്കപ്പ് ഒന്ന് ചെയ്യണത് അതാണോ? ഇവനൊന്നും പറഞ്ഞില്ല. ഇവന് ഇപ്പൊ എന്റെ പിന്നാലെ വന്നൊന്ന് മാത്രം. അല്ല, ഞാൻ ഇവിടെ നിങ്ങളുടെ ഈ എങ്ങനെ നിങ്ങൾ ഈ കണ്ടുപിടിച്ചത് കട, അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തേക്കാളും വെറൈറ്റി ഉണ്ടോ? റേറ്റിനെ കുറിച്ച് അറിയാം. നമ്മുടെ കൃഷ്ണനെ കുറിച്ച് ഒന്ന് പറയും. ഒന്നൊരു ബ്രേക്ക് വേണ്ടി വരും. ഞാൻ ഈ ജർദോസിയൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. തൃശ്ശൂരൊക്കെ അന്വേഷിച്ച് കിട്ടാനായിട്ടാണ് ഞാൻ എറണാകുളത്ത് ഈ ഷോപ്പിൽ തന്നെ വന്നത്. വേറെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അതെ, ഞാൻ ഇത് ഞാനും തൃശ്ശൂര്, അവിടെയും തൃശ്ശൂര്, രണ്ടാളും സത്യാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എറണാകുളം ബെസ്റ്റ്. ഞാൻ വേറെ ഒന്നും പറയില്ല. എന്തായാലും നിങ്ങൾക്ക് സാധനം കിട്ടി. എങ്ങനെയാ, ബുട്ടിക്കാണോ? അതെ, ബുട്ടിക്കാണ്. സ്വന്തമായിട്ട് തയ്ച്ച്? ഞാൻ തയ്ക്കല്ല, സ്റ്റാഫ് ഉണ്ട്. തൃശ്ശൂർ എവിടെയാണ്? 3 പീടിക. കാഞ്ഞാണി കൊടുങ്ങല്ലൂർ വഴി. ഓക്കെ ഓക്കെ. 3 പീടിക ആ ഭാഗത്താണ് ഷോപ്പുള്ളത്. എന്തായാലും മോശമായി പോയിട്ടാ. തൃശ്ശൂക്കാര് പറഞ്ഞ ആള് രണ്ടാളും തൃശ്ശൂക്കാരി, ആരും അറിയണ്ടെന്ന് മാത്രം. അപ്പൊ എറണാകുളത്ത് നല്ല അടിപൊളി ഒരു സെറ്റ്. എന്താ കടയുടെ പേരെന്താ? ലൈക്ക. അത് അവിടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവച്ചോട്ടോ, ഇഷ്ടംപോലെ എങ്ങനെയുണ്ട് റേറ്റും അതുപോലെ ക്വാളിറ്റിയും വൈസ് നോക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് അങ്ങനെ? അതെ അതെ, ഇവിടെ കളക്ഷൻസ് നന്നായിട്ടുണ്ട്. നമുക്ക് കിട്ടാത്ത സാധനം ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ തന്നെ വരണം എന്തായാലും. പോരാ, ഇനി വേറെ ഒന്നും പറയാനില്ല. മോനെ സെറ്റ് അല്ലേ? എത്രയല്ലേ പഠിക്കണടാ? 5ാം ക്ലാസ് ആയിട്ടുള്ളൂ. സെറ്റ്. നമുക്ക് താങ്ക് യു ട്ടാ. ഓക്കെ, കളക്ഷൻസ് അപ്പൊ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് അവിടെ നിന്ന് പിടിച്ചാലോ, അവരവിടെ കളക്ഷൻ നോക്കട്ടെ. ബട്ടൺ സ്റ്റാർട്ട് ആക്കാം. ബട്ടൺ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു പോവാതെ. ഇത് ഫുൾ ഷോ ബട്ടൺ. ഇത് നോക്കിയാൽ ഫുൾ ഷോ ബട്ടൺ. അപ്പൊ ഡസൺ കണക്കെന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ ഡസൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ബട്ടൺ തന്നെയാണോ? അതെ, നല്ല ഡിസൈൻ അല്ലേ? അതെ, വുഡാണ്. ഓക്കെ, വുഡിന്റെ തന്നെ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ അതാ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും ഓടിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വെറൈറ്റീസ് കാണിച്ചാലും തീരില്ല. ഗം വെച്ചിട്ട് ഒട്ടിക്കണതുണ്ട്, തയ്ക്കണതുണ്ട്. ഇനി തയ്ക്കണതിന് ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ബട്ടൺസ് എന്ന് പറയുമ്പോൾ ചില്ലറ ഒന്നല്ല, ദേ ഇരിക്കുന്നു ഫുൾ റാക്ക് മൊത്തം ബട്ടൺസ്. അത് ഫുൾ പാക്ക് എടുക്കണം അല്ലേ? പ്ലാസ്റ്റിക്കിന് വേണോ വുഡിന്റെ വേണോ? സൈസസും അവൈലബിൾ ആണ്. പാന്റ് തയ്ക്കണവർക്ക്, സൂട്ട്സ് തയ്ക്കണവർക്ക്, കോട്ട് തയ്ക്കണവർക്ക്, പിന്നെന്താ കുർത്തീസ്, ഓൾ ഐറ്റംസ്. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും. ഇത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് 1000 പീസ് ആണ്. ഇത് 1000 പീസ് ആണ്. അത് അങ്ങനെ എടുക്കണം കേട്ടോ. അതങ്ങനെ സിമ്പിൾ ആയിട്ട് പോണവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. പിന്നെ ബൾക്കാണ്, എനിക്ക് ക്വാണ്ടിറ്റി ആണ് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത്. അതുപോലെ ഇതൊക്കെ എന്താ? ജർദോസി. അത് ഫുൾ എടുക്കണം? ബഞ്ചാക്കി തരാം. ഒരു ബഞ്ച് ഇതിന്ന് പൊട്ടിച്ച് അങ്ങനെ തരാം. ഓക്കെ, കഴുത്തില് കുഴപ്പമില്ല. പിന്നെ അത് അതിന്റെ തന്നെ സൈസസും വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറീസ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഈ അടിയിലിരിക്കുന്നത് ജ്വല്ലറി മേക്കിംഗ് കാര്യക്കുള്ള
ഫുൾ ബീഡ്സ് ആണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പല സൈസസ് ആണ് ഇരിക്കുന്നത്. ബീഡ്സുകൾ കണ്ട, ബീഡ്സ് അത് കളേഴ്സിലും അവൈലബിൾ ആണ്. മാല തയ്ക്കെന്ന് പറയാം, മാല ഉണ്ടാക്കാനോ തലയിലേക്ക് വെക്കാനോ ഇതൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ചെയ്യുന്ന. ഇങ്ങനെ റൗണ്ട് അടിച്ചോക്കണ്ട, ഫുൾ കാണുന്നത് മൊത്തം. അത് തലമയ്ക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹെയർ ബാൻഡ്സിനൊക്കെ ഉള്ള ബീഡ്സ് ഇത് അല്ലേ, ഹെയർ ബാൻഡ്സിനൊക്കെ ഉള്ള ബീഡ്സ് ഇതാ. അപ്പം ഹെയർ ബാൻഡിൽ പലതരം ഇത് ഡിസൈൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലച്ചസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള. പിന്നെ ഇത് കണ്ട, ഇതാണ് ഇതിന്റെ കളേഴ്സ് വേണമെങ്കിൽ നോക്കിക്കോതാ. ഇതിൽ എത്ര കളേഴ്സ് വേണമെന്ന് വെച്ചാൽ അത് ഫുള്ള്. അപ്പം അത് ഫുള്ള് ഒരു ബഞ്ച് അങ്ങനെ തന്നെ എടുക്കണം. അത് ഫുൾ ബഞ്ച് അങ്ങനെ തന്നെ എടുക്കണോ? എങ്ങനെയാ നമുക്ക് വരുന്നു ബണ്ടൽ വരുന്നു പൊട്ടിക്കണോ? പൊട്ടിക്കാൻ പോണു. പൊട്ടിക്ക് ആ എല്ലാം. പിന്നെ ഇത് ഫുൾ അത് തന്നെയാ, ഫുൾ സെയിം ഐറ്റം. അതെ, പാർസൽ 1000+ പാർസൽ വരുന്നുണ്ട്. എളുപ്പല്ലേ അല്ലേ? പർച്ചേസ് ഐറ്റം വരുന്നുണ്ട് ഇപ്പോൾ. ഇതൊക്കെ അതെ ഫുൾ. എത്ര വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക്. ഡിസൈൻസ് ഇത് ഉണ്ടാക്കി. ഓ ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. എത്ര കളേഴ്സ്! ഹെയർ ബാൻഡ്സിന്റെ കളികളാണ് മൊത്തം. കളേഴ്സുകള് പിടിച്ച മക്കളെ അല്ല. ഇതന്നെ ധാരാളം ഇഷ്ടംപോലെ. ഇതിൽ തന്നെ ഒരു 3-4 കളേഴ്സ് ഉണ്ട്. അപ്പം അതാ ഞാനെന്നെ അത്യാവശ്യം 4 കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കളേഴ്സ്. അപ്പം ഇതിലേക്ക് പറ്റിയിട്ടുള്ള കുറേ ബീഡ്സ് വേണമെങ്കിൽ നോക്കി വെച്ചോ. അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ തന്നെ പൂക്കൾ ഒട്ടിക്കാനുള്ള സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇല്ലേ, അതുമുണ്ട്. ഇതൊക്കെ ബീഡ്സിൻ്റെ ഇല്ലേ? സെയിം ബീഡ്സ്, ഫുൾ ബീഡ്സിൻ്റെ കളക്ഷൻസ്. അപ്പം ഇനി ക്രോഷിയറൊക്കെ കാണിക്കാം നമുക്കിത്. മേലെയുണ്ട്. ആ അപ്പം അങ്ങോട്ട് പോവാം. ഇനി ഇപ്പുറത്തെ എന്താ? അപ്പുറത്തെ ബീഡ്സ് ആണ്. ഇപ്പുറത്ത് ഇത് ഫുൾ ബീഡ്സിന്റെ കളക്ഷൻസ്. ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവാം നമുക്ക്. ഇതിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഫുൾ ബീഡ്സ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാരണേ നമുക്ക് കാലുമിനും കുത്തലും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അത്രയും തരി ആയിട്ടുള്ള ബീഡ്സുകളാണ്. അത് പല സൈസസ് വരുന്നുണ്ട് അല്ലേ? ഇത് ഫുൾ ആരി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ ഇതാ നമ്മുടെ പ്ലാസ്റ്റിക് ബീഡ്സ്. അത് 2-3 ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വന്ന് നോക്കി എടുക്കാം. 2-3 ക്വാളിറ്റി, നല്ല ക്വാളിറ്റി, മേലെ ക്വാളിറ്റി. അതെ പോരെ. ഇതാ പിന്നെ നോക്കിയേ ക്രിസ്റ്റലിന്റെ നമ്മൾ ഇത്രയും അധികം കളേഴ്സുകൾ. ഇതൊക്കെ ഒരു സൈസിൽ ഡിഫറെന്റ് കളേഴ്സ്. ഇനി ഇത് കൂടാണ്ട് ഇതൊന്നും മാറ്റി അപ്പൊ അപ്പുറത്തെ കാണാൻ പറ്റൂ ഒന്ന്. അതെ ഇവിടെ പിടിച്ചോ. ഇതൊക്കെ കൂടുതൽ ഈ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യണത് കേട്ടോ. നല്ല ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യണില്ലേ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പുറത്തെ എന്താ? ഇതും ഉണ്ടല്ലോ, അതാ പ്ലാസ്റ്റിക്കിന്റെ മുത്തുമണികൾ അല്ലേ? വലുത് മനസ്സിലാവുണ്ടാവോ? മനസ്സിലാവുന്നുണ്ട്. അതെ ലേസിന്റെ ഡീറ്റെയിൽസ്. ലേസിന്റെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. 1, 2, 10, 100 ഒന്നല്ല, അതിന്റെ അപ്പുറത്തേക്ക് അത്രയും അധികം കളക്ഷൻസ്, അത്രയും അധികം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വുഡിന്റെ ബീഡ്സ് വേണമെന്ന് വെച്ചാൽ കൗടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉണ്ട്. ഒരു എന്താ പറയാ, നിങ്ങൾ ടാലന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ ഐറ്റംസ് ഉണ്ട്. നമ്മളിങ്ങനെ ചെയ്താൽ മതി അല്ലേ? വെറുതെ നോക്കാൻ വേണ്ടി പാക്കറ്റ് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ നോക്കി. കൗഡിയാണ് കേട്ടോ ഇത് കളേഴ്സില്. പിന്നെ ഇതിന്റെ നമ്മൾ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ വേണമെന്ന് വെച്ചാൽ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവര്. അപ്പൊ ആ രീതിയിലും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ 100, 200 അങ്ങനെ വെച്ചിട്ടുള്ളതല്ലേ? 100 ഗ്രാം 200 ഗ്രാം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇത് ജ്വല്ലറി മേക്കിങ്സിന്റെ കേട്ടോ. പൊട്ടുണ്ട്. കാണാൻ വേണ്ടിട്ട് ഞാൻ പൊട്ടിച്ചു. പോരെ ജ്വല്ലറി മേക്കിങ്സ്. അതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു കമ്പി എന്ന് പറയുന്നത്. ഇതിന്റെ നീളത്തിലുള്ളതുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പാക്കിംഗ് ബിഗ് സൈസ് ഉണ്ട്. പിന്നെ ഹുക്കുകള്, മാലയ്ക്ക് ഉപയോഗിക്കാനുള്ള ഹുക്കുകള്. പോരെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അല്ലേ? സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇനി മുകളിലേക്ക് ഈ ഫ്ലോറിലാണെങ്കിലും ഡയബിളുടെ ഫുൾ കളക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ സാധനം വെക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കണം അല്ലേ? നിലത്ത് നമ്മൾ കണ്ടത് തന്നെയല്ലേ ഇതൊക്കെ? വ്യത്യാസം മോഡൽ വ്യത്യാസം. അതിന്റെ അങ്ങനെ സൈസസ് വ്യത്യാസം ഇവിടെയും ഉണ്ട് ഫുൾ ഡയബിളുടെ. അപ്പൊ നിലത്ത് വന്നാലൊന്നും അല്ല, മുകളിലേക്ക് കയറി നോക്കാം. അപ്പോഴാണ് ഫുൾ കളക്ഷൻസ് കാണാൻ പറ്റുക. അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് പ്രാധാന്യമായിട്ടുള്ള ഒരു സംഭവമാണ് കോട്ടൺ ലൈനിങ്.
ഈ കോട്ടൺ ലൈനിങ്ങിന്റെയും വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ये कॉटन लाइक प्योर कॉटन and 2x1 2x1. ഇതിൽ എത്ര മീറ്റർ ഉണ്ടാവും? 20 മീറ്റർ റോൾ ഉണ്ടാവും. 20 മീറ്ററിന്റെ ഒരു റോള്. ഈ റോൾ അങ്ങനെ തന്നെ എടുക്കണം, മുറിച്ച് തരൂല. തരൂല. അതിന് കളേഴ്സ് 1000+ കളർ ഉണ്ട്. ഇതിന്റെ പാർട്ടിലുണ്ട്, ഗോഡൗണിലെ പാർട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ സ്ഥലമില്ല വെക്കാൻ. ഫ്ലോർ ആണ്, ബട്ട് കുറവാണ്. ഇത് ഇരിക്കണതും കുറവാന്ന് പറയണത്. ഈ കണ്ടത് കാണിച്ചിട്ടേ അതും കുറവാന്ന് പറയണത്. അപ്പൊ ഇത് ലൈനിങ്ങിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പറഞ്ഞാൽ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. വന്ന് നോക്കാം. ഒരു പീസ് ആയാലും നിങ്ങൾക്ക് മീൻസ് ഒരു ബണ്ടലായാലും അത് സ്വന്തം ബ്രാൻഡാണ്. അതിൽ കളറൊന്നും പോകില്ല. ഫുൾ ഗ്യാരണ്ടി ആണ്. ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പോരെ. ഇനി ഇതിനപ്പുറത്തേക്ക് എന്ത് വേണം? ഇനി നമുക്ക് മുകളിൽ പോയാലേ? ഇവിടെ ഇവിടെ എന്താ റൂമുണ്ട്? ഇവിടെ റൂമുണ്ട്. ഇവിടെ റൂമുണ്ട്. ഇവിടെ ഉണ്ട് വെറൈറ്റീസ്. പിന്നെ റിബൺസ്, സംഗത ഐറ്റം. ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആക്ച്വലി ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല. കാരണം ഗോഡൌൺ ആയതുകൊണ്ട് ചെറിയ ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫുൾ സാറ്റന്റെ കളക്ഷൻസ് ആണ്. സാറ്റൻ റിബൺ, അതിന്റെ വെറൈറ്റീസ്. അപ്പൊ ഇനിയും ഈ റൂമിന്റെ ഉള്ളിൽ നിറച്ച സാധനങ്ങൾ അതൊക്കെ നിങ്ങൾ വന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി മുകളിൽ പോവാം. മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ ഇവര് ആക്ച്വലി സ്റ്റോക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം സിബ് അല്ലേ? സിബ്. അതിലും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ലാസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ ഫുൾ ആ അറ്റം വരെ സിബ്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ലേസസ് പറയുമ്പോൾ ഡാൻസ് ലേസസ്. കോട്ടൺ ലേസസ്. ഇത് ഫുൾ ലേസസ് ഇങ്ങനെ വെച്ചിട്ടേ. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിലും ലേസ്. ഈ കാണുന്നത് മൊത്തം ലേസ് അല്ല, ഇത് സിബ്. ഇപ്പുറത്തെ സിബ്, എല്ലായിടത്തും സിബ്. പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് കപ്പ് പാഡ്. അതിലും ഉണ്ടല്ലോ സൈസസ്. അതെങ്ങനെയാ സൈസ്? ലാസ്റ്റ് സൈസ് വരുന്നത് 48. അത് നമുക്ക് ഈ ബ്രാക്കൊക്കെ യൂസ് ചെയ്യാൻ, ബ്ലൗസിനൊക്കെ വെക്കാൻ, ഗൗൺസിന് വെക്കാൻ, അതിനൊക്കെ ആയിട്ടുള്ള പാഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഗ്ലൂ ഗൺ അത് അത്യാവശ്യമാണ്. അതുപോലെ സോൾഡർ മെഷീൻ, സോൾഡറിങ് അയൺ പാർസൽ വെച്ചിട്ടുണ്ട്. അതുണ്ട്. ഓക്കെ, അതും ഉണ്ട്. അതുപോലെ സിസേഴ്സിന്റെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് റിംഗ് ആണ്. ഇതിന് വലുതും ഉണ്ട് കേട്ടോ, ചെറുത് മാത്രമല്ല. ഫ്രെയിം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മൊത്തം ഫ്രെയിംസ് ആണ് വരുന്നത്. എന്റെ പൊന്നെ, ഇതായിരിക്കും ഫുൾ പാഡഡ്. നമ്മൾ പറയുന്ന പാഡഡ് ബ്ലൗസ്, പാഡഡ് ബ്രാ എന്നൊക്കെ പറയുന്നത് അതിന്റെ പാഡാണ് ഇരിക്കണത് മൊത്തം. അതുപോലെ ഈ കാണുന്നത് മൊത്തം ഈ റോൾ ഇരിക്കുന്നത് എന്താ? പേപ്പർ ക്യാൻവാസ് ഉണ്ട്. പിന്നെ സൂട്ടിലത്തെ ക്യാൻവാസ്, അങ്ങനെ എല്ലാ തരം ക്യാൻവാസസ് ഉണ്ട്. പിന്നെ ഈ ഇത് എലാസ്റ്റിക് കേട്ടോ. ഇങ്ങനത്തെ മോഡൽ ഇത് എത്രയാ മീറ്റർ വരുന്നത്? 25 മീറ്റർ. ഇത് 25 മീറ്റർ, ഇതും 25. 60 മീറ്റർ. അങ്ങനെ ചെറിയൊരു മാറ്റം ഉണ്ട്. അതാണ് റോളിന് വ്യത്യാസം വരുന്നത്. ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വീതിക്കും വ്യത്യാസം വരും. ലാസ്റ്റ് ഇഞ്ച് എത്ര പേർക്ക് കിട്ടും? 4 ഇഞ്ച് വരയ്ക്ക് ലാസ്റ്റ് ഉണ്ട്. അപ്പൊ ലേസ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഈ ചാക്കിലിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക്. പിന്നെ ഞാൻ നേരത്തെ ഫ്രെയിം പറഞ്ഞില്ലേ, ഫ്രെയിമാണ് കേട്ടോ ഈ കാണുന്നത്. അതിന് സൈസസ് ഉണ്ടാവൂലേ? ഫ്രെയിം. അപ്പൊ ഇതിലും വലിയ സൈസ്, ചെറിയ സൈസ്, സിമ്പിൾ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നവർക്കുള്ള സൈസസ് മുകളിൽ റൗണ്ട് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്ഥലം പറയാൻ മറക്കണ്ട. നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം മാർക്കറ്റ് റോഡില് ക്ലോത്ത് ബസാർ ജംഗ്ഷന്റെ അവിടെ ആയിട്ടാണ് കേട്ടോ. അവിടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട്. അതിന്റെ ജസ്റ്റ് മൂലക്കായിട്ട് നിൽക്കുന്ന കൃഷ്ണ ലേസ് സെന്റർ. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. കൃഷ്ണ 4th ഫ്ലോർ ജംഗ്ഷൻ കടയാണ്. വലിയ കടയാണ്. വേറെ സ്ഥലത്തൊന്നും കൃഷ്ണ ഇല്ല. കൃഷ്ണയ്ക്ക് ആകെ ഒരേ ഒരു കട മാത്രമല്ല. അതും 4 ഫ്ലോർ ആയിട്ടുള്ള എല്ലാം ബൾക്ക് ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വരാം. ടാലന്റ് ഉള്ളവർക്ക് പല പല സാധനങ്ങൾ കൂടി ഉണ്ട്. ഞാൻ ഇപ്പോഴും ശരിക്കും ഫുള്ളായിട്ട് അങ്ങോട്ട് കാണിച്ചിട്ടില്ല. ഒരുപാടുണ്ട് കാണിക്കാൻ. ഇനി ഞാൻ നിർത്തി. ബാക്കി നിങ്ങൾ വന്ന് കാണാം കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.